ഹലോ. അപ്പോൾ ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആദ്യമായിട്ട് എടുത്ത വ്ളോഗാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീറ്റ് കേട്ടോ. അടുക്കളയിലോട്ട് തന്നെയാണ് കയറിയത്. മോൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ 7:20 ബസ് വരും. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെച്ചത്. പിന്നെ തലേന്നത്തെ കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ചൂടാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ വരെ പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എനിക്ക് കുക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പ വഴികളൊക്കെയാണ് നോക്കിയത്. നല്ലൊരു ഉപ്പും മുളകും കൂടെ ഉണ്ടാക്കി ചോറിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. ഇത് മോൾക്കല്ല കേട്ടോ, ഞങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ കാപ്പിക്ക് ദോശയായിരുന്നു കേട്ടോ. ദോശയും ഗ്രീൻ പീസ് കറിയും കൂടെ ആയിരുന്നു. മോൾക്ക് ഞാൻ ഉച്ചക്കലത്തേന് എഗ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ ഇട്ട് ഒന്ന് ചിക്കിയെടുത്ത് അങ്ങനെ റൈസായിട്ടായിരുന്നു എടുത്തത്. സൈഡ് ഡിഷായിട്ട് ബ്രൊക്കോളി ചെറുതായിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവൾ കഴിച്ചോളും. അപ്പോൾ അത് കഴിഞ്ഞ് അവളെ ബ്രഷൊക്കെ ചെയ്യിച്ച് യൂണിഫോമൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങളും റെഡിയായി. അമ്പലത്തിൽ വരെ പോകണമായിരുന്നു. അപ്പോൾ മോളെ ബസ് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് നമ്മളും അമ്പലത്തിലോട്ട് പോയി കേട്ടോ. നമ്മുടെ തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് പോകാറുള്ളത്. അവിടെ പോയി തൊഴുതു. പിന്നീട് നമ്മൾ അടുത്തതൊരു ദേവീക്ഷേത്രം കൂടെ ഉണ്ട്. ഒരുപാട് പഴമ തങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കേട്ടോ. അവിടെ അകത്ത് ചെന്നാലും പഴമയുടെ പറയുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. പിന്നീട് നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കടയിൽ പോയി കേട്ടോ. ഷോപ്പ് തുറന്നു. വർക്ക് വളരെ കുറവായിരുന്നു. കർക്കിടക മാസമല്ലേ, അതുകൊണ്ട് തന്നെ വർക്കൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഈവനിങ് ക്ലോസ് ചെയ്ത് കേട്ടോ. പിന്നീട് മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. രാവിലെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ വൈകിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറി വെച്ചു. മുരിങ്ങയ്ക്കായിട്ടാണ് കേട്ടോ കറി വെച്ചത്, തിരുവനന്തപുരം സ്റ്റൈലിൽ. പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. അത് മോൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ചക്കയും വേവിച്ച് ചെറിയൊരു സാമ്പാറും വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നറും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഓക്കെ, ഗുഡ് നൈറ്റ്.